ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീടിൻ്റെ നല്ല രീതിയിൽ പ്രഷർ കാര്യങ്ങൾ കിട്ടണം, എന്നാൽ പ്രഷർ പമ്പ് വെക്കാനും പാടില്ല. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പ്ലംബിങ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് തന്നെ വന്നത് ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓവർഫ്ലോ കാര്യങ്ങൾ നമ്മൾ താഴേക്ക് ജസ്റ്റ് കളയേണ്ടി വരും. കാരണം അതിൻ്റെ സ്റ്റീലിൻ്റെ ടാങ്ക് അതിന് ജസ്റ്റ് ഏറ്റവും താഴെ സ്റ്റീലിൻ്റെ ടാങ്കിൻ്റെ ഏറ്റവും താഴെ വേസ്റ്റ് പോകാനുള്ള ജസ്റ്റ് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൈപ്പും കൂടി നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ നോക്കുക, ഇത്രയും പൈപ്പുകളാണ് നമ്മൾ മുകളിൽ നിന്ന് ഇറക്കുന്നത്. 2 ഇഞ്ച് പൈപ്പാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അത് 63 mm 2 ഇഞ്ച് പൈപ്പ് വന്നിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളത്തിന് ഡയറക്റ്റ് ഔട്ട് ഇറക്കിയിരിക്കുന്നത്. പിന്നെ വരുന്നത് 1 ഇഞ്ച് പൈപ്പാണ്. ആ 1 ഇഞ്ച് പൈപ്പാണ് നമ്മൾ മോട്ടറിൻ്റെ ഔട്ട് വരുന്നത്. മോട്ടറിൻ്റേക്ക് വരുന്ന വെള്ളം നേരെ ടാങ്കിലേക്ക് കൊടുക്കുന്നത് അതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ച് പൈപ്പ് ഡ്രൈനേജിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1 ഇഞ്ച് പൈപ്പ് കൂടിയുണ്ട്, തൊട്ടപ്പുറത്ത് കാണാൻ സാധിക്കും. ആ പൈപ്പ് നേരെ വരുന്നത് നമ്മുടെ സ്റ്റീൽ ടാങ്കിൻ്റെ വേസ്റ്റ് വെള്ളം മുകളിൽ നിന്ന് ഏറ്റവും ടോപ്പ്, അതായത് ടാങ്ക് കഴുകി നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വരുന്ന ഓപ്ഷനിൽ വരുന്ന പൈപ്പാണ് നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇനി അതല്ല വേണമെങ്കിൽ നമുക്ക് ഓവർഫ്ലോൻ്റെ കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ ഓവർഫ്ലോൻ്റെ കൂടെ കണക്ട് ചെയ്താലും മതി. സെപ്പറേറ്റ് പൈപ്പ് ഇറക്കണം നിർബന്ധമില്ല. ഇനി സെപ്പറേറ്റ് പൈപ്പ് ഇറക്കിയാലും പ്രശ്നമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ഏറ്റവും ടോപ്പിൽ നിന്നും ഇറക്കുന്ന പൈപ്പ് മിനിമം 2 ഇഞ്ച് പൈപ്പെങ്കിലും നമ്മൾ കൊണ്ടുവരണം. 2 ഇഞ്ച് പൈപ്പ് കൊണ്ടുവന്നിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊണ്ടുവന്ന് അത് പല ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ ഒരു 2-3 ബാത്റൂമുകളൊക്കെ താഴെ ഉണ്ടെങ്കിൽ അവിടെ വരെ ഈ 2 ഇഞ്ച് പൈപ്പിൽ നിന്നും 1.5 ഇഞ്ച് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. 1.5 ഇഞ്ച് 2ൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 1.5 ഇഞ്ച് പൈപ്പായിട്ട് കൊണ്ടുപോയി റെഡ്യൂസ് ചെയ്ത്, അതായത് ഒരു 2-3 ബാത്റൂമിൻ്റെ ഏറ്റവും എൻഡ് വരെ വരുന്ന ഏരിയ ആണെങ്കിൽ അവിടം വരെ ഒരു 1.5 ഇഞ്ച് പൈപ്പ് തന്നെ കൊണ്ടുപോയതിന് ശേഷം വെള്ളത്തിൻ്റെ പൈപ്പ് കൊണ്ടുപോയതിന് ശേഷം വീണ്ടും റെഡ്യൂസ് ചെയ്ത് 1 ഇഞ്ച് ആക്കുക. 1 ഇഞ്ച് ആക്കി റെഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും 3/4 ഇഞ്ച് ആക്കി നേരെ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ താഴത്ത് കിച്ചണിലേക്കാണെങ്കിൽ ഏറ്റവും താഴെയുള്ള ബാത്റൂമിൽ ഏറ്റവും എൻഡിലുള്ള ടാപ്പാണെങ്കിൽ കൂടിയും 2-3 ടാപ്പ് അല്ലെങ്കിൽ 2 ബാത്റൂം ഒന്നിച്ച് യൂസ് ചെയ്താൽ പോലും അത് ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. 2 ബാത്റൂമുകൾ ഒന്നിച്ച് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ആ പ്രഷറിൽ യാതൊരു വ്യത്യാസം വരില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ 1.5 ഇഞ്ച് പൈപ്പൊക്കെയാണ് അല്ലെങ്കിൽ 1 ഇഞ്ച് പൈപ്പൊക്കെ ചില സ്ഥലങ്ങളിൽ ടാങ്കിൽ നിന്ന് ഔട്ട് ഇറക്കിയിരിക്കുന്നത് കണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു പൈപ്പൊക്കെ തുറക്കുന്ന സമയത്ത് നോ പ്രോബ്ലം, പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ 1-2 ബാത്റൂമുകളിൽ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഷവറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. റെയിൻ ഷവറൊക്കെയാണ് ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരവസ്ഥ വരും, പ്രഷറില്ലാത്ത വെള്ളം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമുക്കിതിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് മിനിമം 2 ഇഞ്ചെങ്കിൽ പൈപ്പെങ്കിലും മുകളിൽ നിന്ന് ഇറക്കുക. അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ പമ്പ് എന്ന് പറയുന്ന സിസ്റ്റം, അതായത് നല്ലൊരു പൈസ മുടങ്ങുന്ന പ്രഷർ പമ്പ് എന്ന് പറയുന്ന സിസ്റ്റം, അതിൻ്റെ വാറണ്ട് കാശ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ഹൈ പ്രഷർ നമുക്ക് ഡൈവർട്ടർ ആണെങ്കിൽ കൂടിയും ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വെക്കുന്ന ഡൈവർട്ടർ ആണെങ്കിൽ കൂടിയും ഡൈവർട്ടറിലേക്ക് ഹൈ പ്രഷർ നമുക്ക് ലഭിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് തോന്നുന്നു, കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഒരു വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.